നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫെബ്രുവരി മാസം മുതൽ 200 രൂപ കൂടി 1800 രൂപ ആകുന്നതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ബജറ്റിൽ 2 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞാൽ നടക്കുന്ന ബജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം ലഭിക്കുന്ന പെൻഷനിൽ അവർക്ക് 1800 രൂപ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നൊരു പുതിയൊരു പദ്ധതിയാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഓഡിറ്റ്. പല ആളുകളും അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതെന്ന് സർക്കാരിന് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വാർഡിലും പെൻഷൻ വാങ്ങുന്ന ആളുകളെ നേരിട്ട് ഓഡിറ്റ് നടത്തി പെൻഷനിൽ നിന്ന് മാക്സിമം ആളുകളെ ഒഴിവാക്കി ബാക്കിയുള്ള ആളുകൾക്ക് കറക്റ്റായി പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഫെബ്രുവരി 15 തീയതിക്ക് ശേഷം ഓരോ പഞ്ചായത്തിലെയും ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണം നടത്തി അവർ ഇപ്പോൾ വാങ്ങുന്ന പെൻഷന് അർഹതയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിനുശേഷമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷനിൽ നിന്നും പല ആളുകളും പുറത്തായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അന്ന് പരാതി കൊടുത്തിരുന്നു, പഞ്ചായത്തിൽ നേരിട്ട് പരാതി കൊടുത്തിരുന്നു. അവർക്കും ഉള്ള ഓഡിറ്റാണ് നടക്കാൻ പോകുന്നത്. ആ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് അവർക്ക് അറിയിപ്പ് ലഭിക്കുന്നതാണ്. അങ്ങനെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അവർ അന്ന് പരാതി കൊടുത്തപ്പോൾ ഹാജരാക്കി കൊടുത്ത രേഖയുടെ എല്ലാം ഒറിജിനൽ രേഖയുമായി പഞ്ചായത്തിൽ എത്തേണ്ടി വരും. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ തടഞ്ഞു വെച്ച ആളുകൾക്ക് പഞ്ചായത്തിൽ അവർ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി പരിഹാര സെല്ലിൽ അല്ലെങ്കിൽ പരാതി പരിഹാരത്തിനുള്ള ഓഡിറ്റ് നടത്തിയതിനു ശേഷം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചത് നമ്മളോട് പറഞ്ഞിരുന്നു. പല ആളുകളും 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഭൂമി മറ്റാരുടെയും പേരിൽ മാറ്റി കൊടുത്തതോ അല്ലെങ്കിൽ വിറ്റതോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോഡിനോ സ്ഥലത്തിനോ നമ്മുടെ ഭൂമി ഒഴിവായിട്ട് നമ്മൾ നികുതി ഷീറ്റിൽ 1 ഏക്കറിന് മേലെ കാണുന്നവരാണെങ്കിൽ അക്കാര്യം പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ പുനർവിവാഹിത ആയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് നമ്മൾ കറക്റ്റായി പഞ്ചായത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അനധികൃതമായല്ല പെൻഷൻ വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുക. പല ആളുകളും പല കാരണം കൊണ്ടും അനധികൃതമാണ് പെൻഷൻ വാങ്ങുന്നതെന്ന് സർക്കാർ പറയുന്നത്. അതിൽ പ്രധാനമാണ്, ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. മക്കളെടുത്ത വീടുകളാണെങ്കിലും ശരി, അത് സ്വന്തം പേരിലാണെങ്കിൽ അവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. വീട്ടിൽ AC-യോ മറ്റ് ആധുനിക സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഓരോ വീടുകളിലും കറക്റ്റായി അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുക. അതിനുശേഷം മാക്സിമം ആളുകളെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ആളുകൾക്ക് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുക, 200 രൂപ പെൻഷൻ കൂട്ടുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കറക്റ്റായി അപ്ഡേഷൻ നൽകുന്നതാണ്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ പെൻഷൻ വാങ്ങുക. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ പെൻഷനും അതിൻ്റെ 18% പലിശയോടും കൂടി തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇതിനെല്ലാം കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതിരിക്കും നന്ദി, നമസ്കാരം.